ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇന്ന് SITക്ക് മുന്നിൽ ഹാജരായി. കൊല്ലം വിജിലൻസ് കോടതിയുടെ ജാമ്യ വ്യവസ്ഥയെ തുടർന്നാണ് പോറ്റി ഹാജരായത്. കേസിൽ നേരത്തെ ജാമ്യം ലഭിച്ച മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ S ശ്രീകുമാറിനെ ED ചോദ്യം ചെയ്തു. ഇന്നലെയാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ ആസൂത്രകനായ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വാഭാവിക ജാമ്യം ലഭിച്ച് ജയിലിന് പുറത്തിറങ്ങുന്നത്. എന്നാൽ എല്ലാ ചൊവ്വയും വെള്ളിയും SITക്ക് മുൻപിൽ ഹാജരാകണമെന്ന ജാമ്യ വ്യവസ്ഥയായിരുന്നു കൊല്ലം വിജിലൻസ് കോടതി മുന്നോട്ട് വെച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പോറ്റി തിരുവനന്തപുരത്തെ SITയുടെ ക്യാമ്പ് ഓഫീസിൽ ഇന്ന് ഹാജരായത്. ഒപ്പിടൽ പ്രക്രിയ പൂർത്തിയാക്കിയ ശേഷം കൂടുതൽ ചോദ്യം ചെയ്യലുകൾക്ക് തയ്യാറാവാതെ SIT പോറ്റിയെ വിട്ടയച്ചു. അതേസമയം ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയ പ്രതികളെ ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലാണ് ED. ഇതിന്റെ ഭാഗമായി ഇന്ന് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ S ശ്രീകുമാറിനെ കൊച്ചിയിലെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ED ചോദ്യം ചെയ്തു. നേരത്തെ മറ്റൊരു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബുവിനെ ചോദ്യം ചെയ്തിരുന്നു. പോറ്റിയെ ഉടൻ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാനും തീരുമാനമായി. ഇതിനിടെ സ്വർണ്ണക്കൊള്ളയിൽ രജിസ്റ്റർ ചെയ്ത 2 കേസുകളിലും കുറ്റപത്രം സമർപ്പിക്കാനുള്ള നീക്കത്തിലാണ് SIT. മാർച്ച് ആദ്യ ആഴ്ചയോടെ കുറ്റപത്രം സമർപ്പിക്കാനാണ് തീരുമാനം. എന്നാൽ കുറ്റപത്രം എത്തും മുൻപേ ദേവസ്വം മുൻ പ്രസിഡന്റുമാരായ N വാസുവും A പത്മകുമാറും ജയിൽ മോചിതരാകാനുള്ള സാധ്യതയാണ് കൂടുതൽ. റിപ്പോർട്ടർ, തിരുവനന്തപുരം.